വസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീരും നീലാവിതളായി മകളെ എന്നും എൻ കനവിൽ ഞാൻ നിന്നെയുറക്കാൻ പോയി കണ്ണീർ ചൂടി ഏകാന്തതയിലൊരോർമ്മയുണർന്നതുപോലെ എൻ നീലാകാശം മറയാമഴവില്ലായി ഞാനലിയും കുളിരാ അതിരാതിരരാ എന്തു പറ്റിയവന്? പറ സുധാമ്മേ. എനിക്ക് കാണണം, എനിക്കൊന്ന് കാണണം സുധാമ്മേ അവനെ. ഓപ്പറേഷൻ തിയേറ്ററില, ഇപ്പൊ കാണാൻ പറ്റില്ല. അവനെങ്ങനെയുണ്ട്? അജയൻ ഡോക്ടറെ കാണാൻ പോയിരിക്കാം. വന്നാലേ വിവരം അറിയാൻ പറ്റൂ. ഡോക്ടർ പറഞ്ഞോളൂ. ടു പതറ്റിക് കണ്ടീഷൻ. അകവും പുറവും ഒരുപോലെ ഇഞ്ചേർഡാണ്. 1-2 ഓപ്പറേഷൻസൊക്കെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് തൽക്കാലം ജീവൻ നിലനിർത്താൻ പറ്റി. ഇപ്പോഴും ജീവൻ നിലനിൽക്കുന്ന അത്ഭുതമാണ്. ഒരാളെ മനഃപൂർവ്വം വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പോലും ഇത്രയധികം ഇഞ്ചുറീസ് കണ്ടിട്ടില്ല. ആ അമ്മയോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ഒരു മേജർ ഓപ്പറേഷൻ കൂടി ഉടനെ വേണം. അത് കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. നട്ടെല്ലിന് വല്ലാത്ത ക്ഷത ഏറ്റിട്ടുണ്ടോ? അത് തലച്ചോറിനെയും ബാധിക്കാം. ആളൊരു കോമ സ്റ്റേജിലേക്ക് മാറിപ്പോകുമോ എന്നും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. എന്താ ബാല, വിവരങ്ങൾ ആരും ഒന്നും പറയാത്ത? ഇപ്പോഴെങ്ങാനും മോനെ ഒന്ന് കാണാൻ പറ്റുമോ? കുഞ്ഞമ്മ എങ്ങനെ വിഷമിക്കാതെ, എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാലോ. ഈ ആശുപത്രി പോരെങ്കിൽ വേറൊന്ന്. എന്താ മോനെ, എന്താ ഡോക്ടർ പറഞ്ഞത്? അത് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ആക്സിഡന്റ് കേസാകുമ്പോ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ചില ഓപ്പറേഷനൊക്കെ വേണ്ടിയിരുന്ന ഡോക്ടർ പറഞ്ഞത്. ഇനി ഓപ്പറേഷനോ? എന്റെ കുഞ്ഞിന്റെ ദേഹത്തിന് കീറി മുറിക്കാൻ ഇട ഉണ്ടാവില്ലല്ലോ ഈശ്വര.
ഇപ്പൊ തന്നെ കുറെ ആയില്ലേ? സുധാമ വിഷമിക്കാതെ. നമുക്ക് സച്ചിയുടെ ജീവനല്ലേ വലുത്. അതിനുവേണ്ടി ചെയ്യാവുന്ന എന്തും അവർ ചെയ്തോട്ടെ. ഈശ്വര, എന്നാൽ എനിക്ക് ഇങ്ങനെ ഒരു വിധി വെച്ചിരുന്നല്ലോ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ ആക്സിഡന്റാ. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായെന്ന ഡോക്ടർ പറഞ്ഞത്. ഭയപ്പെടുത്തക്കവണ്ണം എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ? ഏയ്, ഇപ്പൊ അങ്ങനെ തീർത്തൊന്നും പറയാനാവില്ലെന്നാ. നട്ടലിന് പറ്റിയിരിക്കുന്ന ക്ഷതം വളരെ കൂടുതലാണെങ്കിൽ ചിലപ്പോ ഇല്ല. ഏതായാലും ജീവന് കുഴപ്പമില്ലെന്നാ അദ്ദേഹം പറഞ്ഞത്. കുറച്ചു നാളത്തേക്ക് കിടക്കേണ്ടി വന്നാലും നമുക്ക് ആ ജീവനല്ലേ വലുത്. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ. അയ്യോ, ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? അവനെ ഇന്നെങ്കിലും ഞാനൊന്ന് കണ്ടോട്ടെ. ഇപ്പൊ കാണാൻ പ്രയാസ. അതിനകത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷന് കുറച്ച് സമയം എടുക്കേണ്ടി വന്നില്ലേ? അതിന്റെ ക്ഷീണം കാണും. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. ഈശ്വര, എന്റെ കുഞ്ഞ്. പറയാ ചേട്ടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? ചേട്ടൻ എങ്ങും തൊടാതെ സംസാരിക്ക. എനിക്കറിയാം. ചിലപ്പോ അത്തരം സന്ദർഭങ്ങളിൽ പെട്ടുപോവോ പറഞ്ഞേ നമ്മൾ. ഇവിടെ പറയാ ചേട്ടാ, പറയൂ. ജീവിതകാലം മുഴുവൻ മകൻ കിടക്ക വിട്ട് എണീക്കില്ലെന്ന് ഞാൻ എങ്ങനെ ഈ അമ്മയോട് പറയാ? വല്ലാത്തൊരു ദുർവിധിയാ അവന്റേത്. MBA ഒക്കെ പാസ്സായ പയ്യന് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാ സഹിക്കാൻ പറ്റുന്നില്ല. വെറുതെ നാടിനും വീടിനും കൊള്ളാത്ത എത്രയോ എണ്ണം കിടക്കുന്നു. തലകുത്തന വീണാലും ഒരു പോറല് പോലും വെക്കാതെ രക്ഷപ്പെട്ടു വരും. നല്ലവർക്ക് കാലമില്ലെന്ന് എന്റെ അമ്മ എപ്പോഴും പറയായിരുന്നു. ദുഷ്ടനെ പന പോലെ വളർത്തും. എന്നാലും ഇത് ഈശ്വരന്റെ ഒരു ക്രൂരതയായിപ്പോയി. എന്താ? ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ളവരാ. അതിന് മാനം മര്യാദയ്ക്ക് താമസിക്കുന്ന കുടുംബക്കാരാ. അതിനിപ്പോ ഞാനെന്ത് വേണം? ഇനിയും അങ്ങനെ മാനം മര്യാദയ്ക്ക് തന്നെ താമസിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ കുറെ നേരമായിട്ട് എങ്ങും തൊടാതെ ഓരോന്ന് പറയാ. എന്താ എന്താ ഇവിടെ? ഇവരൊക്കെ ഭയങ്കര മാനവും മര്യാദയൊക്കെ ഉള്ളവരാണെന്ന്. അതെടാ, നിനക്ക് ഇത്ര സംശയം എന്താടാ അതിന്? വീട്ടുമുറ്റത്ത് വന്ന് മര്യാദയോട് പറഞ്ഞോണ്ടല്ലോ. നീ എന്ത് ചെയ്യൂടാ? അയ്യോ വേണ്ട. കാര്യം പറയുമ്പോ ചൂടാവുന്ന എന്തിനാ? ഇവിടെ ഇങ്ങനെ പെമ്പിള്ളേരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വേണ്ടാതീനം കാണിക്കാൻ ഞാൻ സമ്മതിക്കല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ അത്രക്കാരല്ല. അല്ല, എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാടാ പറയുന്നത്. ഒരുത്തിയെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു, ഒരുത്തൻ അടിക്കടി വരികയും പോവുകയും ചെയ്യുന്നു യവമാര് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. ഏത് കണ്ണി കാണാതെ അങ്ങനെ വിശ്വസിക്കുന്ന സ്വഭാവേ ഈ ഗോപാലിനില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ വിശ്വസിക്കണം. ഞങ്ങള് നിങ്ങൾ കരുതുന്ന പോലെ ഉള്ളവരല്ല. വിശ്വസിക്കല മെമ്പറെ. കയ്യോടെ പിടിക്കുമ്പോ എല്ലാ അവളുമാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നു. അനാവശ്യം പറയരുത്. എന്തോന്ന് അനാവശ്യം? നിന്റെ ഭാര്യയാണോ ഇവള്? അതോ പെങ്ങളോ? അതോ നിന്റെ അമ്മച്ചിയോ? പറടാ. അല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് പറയും. ഇതൊന്നും ഇയാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. വേണ്ട, ബോധിപ്പിക്കേണ്ടവര് വേറെ വരും. വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ മെമ്പറെ. എന്താ എന്താ ഇവിടെ പ്രശ്നം?
ഇത് കേസ് കേട്ടാ സാറേ, ഞാനാ വിളിച്ചു പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങിക്കടാ രണ്ടും. സ്റ്റേഷന്റെ മൂക്കിന് താഴെടാ നിന്റെ വിളയാട്ടം. ബാക്കി എണ്ണൊക്കെ എവിടെടാ? സാർ ഞങ്ങൾ ഒന്നും പറയണ്ട. രാത്രിയും പകലും ഒരുപോലെ ആള് വരവാ സാറേ. ഞങ്ങൾക്ക് കുഞ്ഞുകുട്ടി പരാധീനമായിട്ട് ജീവിക്കേണ്ടതാ. കൊണ്ടുപോയി 2 പൊട്ടിച്ച മണി പോലെ സത്യം പറയും സാർ. വണ്ടി കയറാ കയറാൻ. കോൺസ്റ്റബിൾ, ആ നക്ഷത്ര വേശ്യാലയത്തിന്റെ കേസ് ഡയറിംഗ് എടുത്തേ. അതിൽ ചില ഫോട്ടോകളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് കാണിച്ചു നോക്ക്. ഇവർക്കതിൽ പരിചയക്കാരെങ്കിലും ഉണ്ടോന്ന് അറിയാലോ. യെസ് സാർ. മേ ഐ കമിൻ സർ? ആരിത്? പ്രശാന്തോ? വരൂ, ഇരിക്കൂ. സർ, ഇവർ രണ്ടാളും എന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഓഹോ, അപ്പൊ നിങ്ങളും കേസിൽ പ്രതിയാവുമല്ലോ. സാറ് വിചാരിക്കുന്ന പോലൊന്നുമില്ല. രണ്ടാളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. പക്ഷേ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാവോ? ഞാൻ സത്യമാണ് സാർ പറഞ്ഞത്. ഞാൻ പാർട്ട്ണറായിട്ടുള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാ ഇയാള്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ആവശ്യം എന്താണ്? സാറ് ഇവരുടെ പേരിൽ കേസൊന്നും ചാർജ് ചെയ്യരുത്. നോ, പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് വിടണമെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോസിബിൾ. സാറ് വിചാരിച്ചാൽ കഴിയും. നിങ്ങളൊക്കെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ മിസ്റ്റർ പ്രശാന്ത്. ഇത്തരം ചീപ്പായ കേസുകളിൽ ഇടപെടുന്നത് ഞങ്ങൾക്ക് ജോലിയുള്ള താല്പര്യം കുറയും. സാറിനെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ ഇറ്റ്സ് ഓക്കെ. മിസ്റ്റർ പ്രശാന്തിന്റെ വാക്കുകൾ വിശ്വസിച്ചാണ് ഞാൻ നിങ്ങളെ വിടുന്നത്. ഇനിയും ഇതുപോലെ എന്തെങ്കിലും ചുറ്റിക്കളിയുമായി വന്നാൽ സാർ സത്യം എന്താണെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നൊരു അപേക്ഷയുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ വിളിച്ച് അവിഹിതം എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഏതായാലും ഇനിയെങ്കിലും സൂക്ഷിക്കുക. പൊയ്ക്കോളൂ. താങ്ക് യു സർ. ഓക്കെ സർ. നീ എന്താടാ മടിച്ചിരിക്കുന്നേ? ഇറങ്ങി വാടാ. ഇനി ഇവിടെ ഒരുത്തനും നിങ്ങൾ ഒന്നും ചെയ്യില്ല. ഇങ്ങോട്ട് ഇറങ്ങി വാ. ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതായി പോയതുകൊണ്ടല്ലേ കുറെ സദാചാര സ്നേഹികള്. ഇവന്റെയൊക്കെ വിചാരം എന്താ? ഇറങ്ങും അളവിക. ഇല്ല, ഞാനിനി ഈ വീട്ടിലേക്കില്ല. എന്നെ എങ്ങോട്ടെങ്കിലും വിട്ടേക്ക്. സൗകര്യമായി മറ്റൊരിടം നമുക്ക് അന്വേഷിക്കാം. അതുവരെയെങ്കിലും എന്ത് ഞാൻ സഹിച്ചോളാം. പക്ഷേ നാട്ടുകാരുടെ ഈ മുനവെച്ചുള്ള നോട്ടവും സംസാരവും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ ഒന്നും പേടിക്കണ്ട. ഇവിടെ ഒരുത്തനും വരില്ല. അഥവാ വന്നാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതെന്റെ തന്ത സമ്പാദിച്ച വസ്തുവും വീടുക. അവകാശമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ ഇവിടെ താമസിപ്പിക്കും. നീ അവളെ വിളിക്ക്. ഇറങ്ങും അളവിക. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പേടിച്ചോടാൻ നിന്നാലോ? വരൂ. ഇപ്പോഴാ മാളവിക ഒന്ന് ബോൾഡായത്. ഇങ്ങനെ വേണം, എന്നാലേ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവും. വാ. ചെല്ല്, കയറി ചെല്ല്. നീ എന്താടാ ആകെ വെള്ളറി വെള്ളത്ത്? ആ കൊച്ചിന്റെ ധൈര്യം പോലും നിനക്കില്ലേ? ധൈര്യക്കേടല്ല. ദേ,
ഇനി ഇതിന്റെ പേരും പറഞ്ഞ് ഇവിടുന്ന് മാറാനും നോക്കണ്ട. ഇവിടെ ഒരസൗകര്യം വരാതെ ഞാൻ നോക്കിക്കോളാം. എടാ, നീ എന്റെ നല്ല സുഹൃത്തല്ലേ? അപ്പൊ നിന്റെ പ്രശ്നങ്ങളൊക്കെ എന്റെയും പ്രശ്നങ്ങളാ. അതുപോലെ തന്നെയാ ആ കുട്ടിയും. നിനക്ക് അവൾ ആരാണെന്ന് വെച്ചാ അതുപോലെ തന്നെ എനിക്കും. നിനക്ക് മനസ്സിലായോ? എന്നാ ചെല്ല്. വെറുതെ ആളുകളെ കൊണ്ടുപോരെന്ന് പറയിപ്പിക്കണ്ട മോളെ. പറയുന്നവര് പറഞ്ഞോട്ടെ. മോളുടെ കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കുക. ഇവിടെ ഇങ്ങനെ നിന്നാൽ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. എനിക്കെന്താ ഇവിടെ നിന്നൂടെ? ഒരമ്മയുടെ മനസ്സ് നിനക്കറിയില്ല മോളെ. നിനക്കെന്തെങ്കിലും വീഴ്ച വന്നാലും എനിക്കത് സങ്കടമാ. ഒന്നും വരില്ല സുധാമേ. എന്റെ മോൻ ഇങ്ങനൊരു അപകടം വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നതാണോ? ജീവിതത്തിലെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല മോളെ. പോരാത്തതിന് കഷ്ടകാലം. വന്നതുപോലെ എങ്ങനെ ജീവിക്കാനും ഈ അപ്പൂട്ടിക്ക് പേടിയില്ല. അങ്ങനൊന്നും പറയാതെ മോളെ. ഈശ്വരൻ ഓരോ സ്ഥാനമാനങ്ങൾ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ജീവിക്കണം. സുധാമയ്ക്കും ഞാൻ അന്യയായോ? മോളെ, എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഈ അമ്മയ്ക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നിന്നെ എനിക്കറിയാം. ഇങ്ങനൊരവസ്ഥയില് തളർന്നു വീണു പോകേണ്ടതായിരുന്നു ഞാൻ. നിന്റെ സാമീപ്യം, നീ തന്ന സ്നേഹം, അതാ എന്നെ താങ്ങി നിർത്തിയത്. ഇവിടുന്ന് മാറി എവിടെ നിന്നാലും എനിക്ക് മനസ്സമാധാനം കിട്ടില്ല സുധാമേ. അതുകൊണ്ട് മാത്രം ഞാൻ സുധാമ എന്നോട് പോവാൻ പറയരുത്. അത് പറഞ്ഞ് എന്നെ തളർത്തരുത്. ഓരോന്നറിയും കേക്കൊക്കെ ചെയ്യുമ്പോ മനസ്സിന് വേണ്ടാത്ത ഓരോരോ ചിന്തകളാ. നീ വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. ഒരിക്കൽ അവളെ അവനെയും പറ്റി ആളുകൾ വേണ്ടാത്തതൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ അങ്ങ് കളഞ്ഞു. ഇപ്പതേ ആ ചെറുക്കന്റെ കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രിയിലാണെന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാതെ. എന്ത് കാര്യത്തിന് അവളിങ്ങനെ? നാണക്കേട്. അടുത്തറിയുന്ന ഒരാൾക്ക് അപകടം പറ്റുമ്പോ ഇങ്ങനൊക്കെ തന്നെയാ ഭാഗ്യം. പോരാത്തതിന് അവരൊന്നിച്ച് കളിച്ചു വളർന്നതല്ലേ, കുറച്ച് വിഷമം കൂടും. എന്നാലും ആളുകളെ പേടിക്കണ്ടേ? അവൾക്കും ആ വിചാരമില്ല. എന്നാ കെട്ടാൻ പോകുന്ന അവനെങ്കിലും വേണ്ടേ? ആ വന്നോ. ആ സച്ചിയുടെ കാര്യം കുറച്ച് സീരിയസാ. ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞു. അതിനവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലേ? നീ അവരുടെ കൂടെ എന്തിനാ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ? ഒരാപത്ത് വരുമ്പോഴല്ലേ അമ്മേ നമ്മൾ സഹായിക്കേണ്ടത്. എനിക്ക് പരിചയമുള്ള ആശുപത്രിയും ഡോക്ടർമാരും ഒക്കെയാ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തു. അല്ലാതെ നമ്മളാൽ കഴിയുന്ന സഹായം ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? സഹായിച്ച് ഒടുവിൽ കണ്ണുനീര് വരരുത്.